So now we are moving on to fifth module. അതായത് ഫോർത്ത് മോഡ്യൂളിന്റെ ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. കാരണം ഇത്ര ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കണ്ടിന്യൂവേഷൻ ആണ് ഫിഫ്ത്ത് മോഡ്യൂളിൽ വരുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലോ മെഷർമെന്റ് യൂസിങ് നോച്ചസ് ആൻഡ് വിയേഴ്സ് ഫോർത്ത് മോഡ്യൂളിലുള്ളത് പഠിക്കാം. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് സ്പെസിഫിക് എനർജി. ദ ഫസ്റ്റ് ടോപ്പിക് ഫ്രം മോഡ്യൂൾ 5, സ്പെസിഫിക് എനർജി. നമുക്കറിയാം ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഫ്രീ സർഫസ് ഉണ്ട് ആൻഡ് ദാറ്റ് ഫ്രീ സർഫസ് റെപ്രസെന്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഫ്രീ സർഫസ് ഉണ്ട്. ആ ഫ്രീ സർഫസ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനിനെ റെപ്രസെന്റ് ചെയ്യും. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഫ്രീ സർഫസ് ഉണ്ട്. അത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. അപ്പൊ നമ്മള് ബെർണോളിസ് ഇക്വേഷൻ രണ്ട് സെക്ഷൻ എൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് സെക്ഷനിൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ, അതായത് ഒരു ഓപ്പൺ ചാനലിൽ എൽ ഡിസ്റ്റൻസ് അപ്പാർട്ടുള്ള രണ്ട് സെക്ഷൻസിൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ എങ്ങനെ വരും? v1 സ്ക്വയർ ബൈ 2g പ്ലസ് y1 പ്ലസ് z1 is equal to v2 സ്ക്വയർ ബൈ 2g പ്ലസ് y2 പ്ലസ് z2 പ്ലസ് hf. ഈ p ബൈ rho g മാറി ഇവിടെ y എന്നാണ് വരുന്നത്. ഓപ്പൺ ചാനൽ ഫ്ലോ ആയിരുന്നു. v1 സ്ക്വയർ ബൈ 2g പ്ലസ് y1 പ്ലസ് z1 ഈക്വൽ ടു v2 സ്ക്വയർ ബൈ 2g പ്ലസ് y2 പ്ലസ് z2 പ്ലസ് hf. hf എന്ന് പറയുന്നത് എനർജി ലോസ് ബിറ്റ്വീൻ സെക്ഷൻസ്. ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇതിനകത്ത് നിന്ന് നമ്മൾ v സ്ക്വയർ ബൈ 2g പ്ലസ് y പ്ലസ് z എന്നുള്ള ടേം ഉണ്ടല്ലോ. v സ്ക്വയർ ബൈ 2g പ്ലസ് y പ്ലസ് z എന്നുള്ള ടേം ആണ് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് water at any section. Total energy for unit weight of water at energy section ആണ് v square by 2g plus y plus z for open channel flow. ഇനി നമ്മൾ ചാനൽ ബോട്ടത്തിനെ ഡേറ്റ ആയിട്ട് എടുക്കാം. നമ്മൾ ഈ പറയുന്ന എല്ലാം ഒരു ആർബിട്രറി ഡേറ്റത്തിന്റെ ബേസിൽ. ഇനി ചാനൽ ബോട്ടത്തിനെ ഡേറ്റ ആക്കാം. ചാനൽ ബോട്ടത്തിനെ ഡേറ്റ ആക്കി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുമായിരിക്കും? y പ്ലസ് v സ്ക്വയർ ബൈ 2g. ഞാൻ ഫിഗർ കാണിച്ചു തരാം. ജസ്റ്റ് ലുക്ക് ഹിയർ. ഒരു ചാനൽ ബോട്ടം, ഇത് ചാനൽ ബോട്ടം, നിങ്ങളുടെ ഡേറ്റ, ചാനൽ ബോട്ടം. ചാനൽ ബോട്ടത്തിന് പാരലായിരിക്കും ഫ്രീ വാട്ടർ സർഫസ്. യൂണിഫോം ഫ്ലോ ആണെങ്കിൽ ഫ്രീ വാട്ടർ സർഫസ്. എനർജി ലൈൻ ആൻഡ് ഇവിടെ v സ്ക്വയർ ബൈ 2g, ഇത് y, ഇത് z. അപ്പോൾ നമ്മൾ ടോട്ടൽ എനർജി എടുക്കുകയാണെങ്കിൽ z പ്ലസ് y പ്ലസ് v സ്ക്വയർ ബൈ 2g ഇഫ് യു കൺസിഡർ എ ഡേറ്റ. ഇനി ഈ ഡേറ്റത്തിന് പകരം
ചാനൽ ബെഡ് ബോട്ടത്തിനെ തന്നെ ഡേറ്റമായിട്ട് എടുക്കുന്നു. വേറൊരു ഡേറ്റും ചൂസ് ചെയ്യുന്നതിന് പകരം ചാനൽ ബെഡിനെ ഡേറ്റമാക്കി കഴിഞ്ഞാൽ എനർജി എത്ര വരും? y plus v²/2g വരും. അതാണ് if channel bottom is taken as data, total energy per unit weight E is equal to y plus v²/2g. ഈ എനർജിയെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് എനർജി. അപ്പോൾ ഇത് സ്പെസിഫിക് എനർജി വരും. So how will you define specific energy? Definition അറിഞ്ഞിരിക്കണം. Specific energy of flow at any section is defined as, specific energy എന്ന് പറയുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. ഓപ്പൺ ചാനൽ ഫ്ലോയാണ് സ്പെസിഫിക് എനർജി വരുന്നത്. So specific energy of flow at any channel section, ഏതൊരു ചാനലിലെ specific energy of flow എന്ന് പറയുന്നത് എന്തായിരിക്കും? It is defined as the energy per unit weight, energy per unit weight of water measured with respect to channel bottom as data. So specific energy at any section in an open channel flow is defined as the energy per unit weight of water measured with respect to channel bottom as data. Energy per unit weight measured with respect to channel bottom as data. അപ്പോൾ specific energy യുടെ equation എന്താണ്? E is equal to y plus v²/2g or E is equal to y. നമുക്കറിയാം Q is equal to A into V. V is equal to Q/A. അപ്പോൾ v² എന്ന് വരും Q²/A² എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? E is equal to y plus Q²/2gA². സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻസ് ആണ് ഇത് രണ്ട്. y plus v²/2g അല്ലെങ്കിൽ y plus Q²/2gA². ഇതിലെ ഫോം പഠിച്ചാൽ മതി. v എന്നുള്ളത് Q/A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ ആ ഇക്വേഷൻ. സോ ഒന്നുകൂടെ ഡെഫിനിഷൻ പറയാം. The specific energy of flow at any channel section is defined as the energy per unit weight of water measured with respect to the channel bottom as the data. Energy per unit weight of water measured with respect to channel bottom as data. ഇതാണ് specific energy. Specific energy is defined as the energy per unit weight of water measured with respect to channel bottom as data. Next, let us see what is specific energy curve. Specific energy curve. Curve വരയ്ക്കാം. ഇങ്ങനെയാണ് സ്പെസിഫിക് എനർജി കർവ്.
is the specific energy curve. So this is the specific energy curve. Specific energy curve is a plot of depth versus specific energy. That is variation of specific energy with respect to depth of flow. അതിന്റെ ഒരു graphical representation ആണ് specific energy curve. Here ACB is the specific energy curve. ഇനി നമുക്ക് ഈ curve ശ്രദ്ധിച്ചാൽ അറിയാം there is a particular point at which the specific energy is minimum. ഒരു സ്പെസിഫിക് എനർജി മിനിമം ആയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അവിടുത്തെ ഡെപ്തിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡെപ്ത്. ക്രിട്ടിക്കൽ ഡെപ്ത് YC or HC. അതായത് the depth at which specific energy is minimum is the critical depth YC or HC. ചില ടെക്സ്റ്റിൽ H എന്നാണ് HC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ചില ടെക്സ്റ്റിൽ YC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Critical depth HC or YC. Now, for any other value of specific energy, ഈ minimum specific energy ഒരു particular depthലേ ഉള്ളൂ, അതാണ് critical depth YC or HC. ഇനി നമ്മൾ വേറെ ഏതൊരു specific energy value കൺസിഡർ ചെയ്താൽ ഇവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നുണ്ടോ, ഈ particular value, ഈ specific energy value കൺസിഡർ ചെയ്താൽ നമുക്ക് കാണാം there are two possible depths. അതായത് ഈ മിനിമം സ്പെസിഫിക് എനർജി വാല്യൂ ഒഴികെയുള്ള ഏത് വാല്യൂ കൺസിഡർ ചെയ്താലും, ഏത് വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി കൺസിഡർ ചെയ്താലും അതിന് പോസിബിൾ ആ സ്പെസിഫിക് എനർജി വരാൻ പോസിബിൾ ആയിട്ട് രണ്ട് ഡെപ്ത് ഉണ്ട്. ഇവിടെ ഒരു ഡെപ്ത് Y1 or H1, ഇവിടെ ഒരു ഡെപ്ത് Y2 or H2 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മിനിമം സ്പെസിഫിക് എനർജി ഒഴികെയുള്ള ഏത് സ്പെസിഫിക് എനർജി വാല്യൂ എടുത്താലും there are two possible depths. ആ ഡെപ്ത് എങ്ങനെയായിരിക്കും? one depth is greater than critical depth and the other depth is lesser than the critical depth. For any other value of specific energy other than the minimum specific energy there are two possible depths, one greater than specific energy and one greater than the critical depth and the other one is less than the critical depth. ഈ ഡെപ്ത്സിനെ വിളിക്കുന്ന പേരാണ് alternate depths. Alternate depths. അത് ഏതൊക്കെ ഉണ്ട്? Y1 or H1 അല്ലെങ്കിൽ Y2 or HC. Y1 or H1 അല്ലെങ്കിൽ Y2 or H2. ഈ Y1 or H1 എന്ന് പറയുന്നത് will be less than YC or HC and Y2 or H2 is greater than YC or HC. Specific energy curve is the graphical representation of variation of specific energy with respect to depth. ഇങ്ങനെ curve വരയ്ക്കുക, അത് explain ചെയ്യണം. You can see that there is for minimum specific energy there is only a particular depth. Critical depth is defined as the depth of flow of water at which the specific energy is minimum. Specific energy minimum ആവാനുള്ള depth of flow വിളിക്കുന്ന പേരാണ് critical depth. അത് discharge അനുസരിച്ച് critical depth മാറിക്കൊണ്ടേയിരിക്കും. ഒരു particular dischargeൽ minimum specific energy വരാനുള്ള ഡെപ്തിനെയാണ് critical depth എന്ന് വിളിക്കുന്നത്. അപ്പോൾ critical depth എന്ന് പറയുമ്പോൾ E will be minimum. അവിടുത്തെ velocity എന്ന് പറയുന്നത് critical velocity. At critical depth specific energy is minimum. E is minimum. Aviduthe velocity critical velocity. Now for any other value of specific energy there are two possible depths, one greater than critical depth and the other one lesser than the critical depth, and these depths are termed as or known as alternate depths. Y1 or H1 less than YC or HC and Y2 or H2 less than YC or HC. നിങ്ങൾ Y എന്നോ H എന്നോ ഏത് നോട്ടേഷൻ വേണമെങ്കിലും കൊടുക്കാം.
For any other value of specific energy, there are two possible depths, one greater than the critical depth and the other smaller than the critical depth, at which a given discharge can occur with the same specific energy. ഈ രണ്ട് ഡെപ്തിലും ഒരേ particular discharge ആണെങ്കിൽ same specific energy വരും. For a discharge can occur with the same specific energy. ഈ alternate depthsil ഒരു particular dischargeൽ same specific energy തന്നെ ആയിരിക്കും. Clear? So, when the depth of flow is greater than critical depth and the velocity of flow is less than critical velocity. Depth of flow is greater than critical depth. അപ്പോൾ velocity എന്ന് പറയുന്നത് less than critical velocity ആയിരിക്കും. Critical velocity Vc. അപ്പോൾ ഇവിടെ V2 will be less than Vc. ഒരു particular alternate depth first one എടുക്കുവാണ് y2. അതായത് y2 greater than yc. When the depth of flow is greater than yc and velocity is less than critical velocity, the flow is termed as subcritical flow. ഇങ്ങനെ വരുമ്പോൾ subcritical flow. അതുപോലെ തന്നെ when depth of flow is less than critical depth and velocity is greater than critical velocity, അങ്ങനെയാണെങ്കിൽ super critical flow. Super critical flow. Super critical flow. അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ വെലോസിറ്റിയെക്കാളും കൂടുതലും velocity of flow critical velocityയെക്കാളും കുറവാണെങ്കിൽ flow is subcritical. Whereas if the depth of flow is less than critical depth and velocity of flow is greater than critical velocity, then it is supercritical flow. അപ്പോൾ നമ്മൾ specific energy curve explain ചെയ്യാൻ പറഞ്ഞാൽ ഇത് full explain ചെയ്യണം. So ഇവിടെ y1 വരുമ്പോൾ supercritical flow y2 വരുമ്പോൾ subcritical flow. y1 ന് supercritical flow y2 ന് subcritical flow. Now consider a channel section as shown in figure. അതിനകത്ത് സ്പെസിഫിക് എനർജി എങ്ങനെയാണ് ഇക്വേഷൻ E is equal to y plus q square by 2g a square. Specific energy is y plus q square by 2g a square. അപ്പോൾ ഈ സ്പെസിഫിക് എനർജി മിനിമം ആവണമെങ്കിൽ എങ്ങനെ പറയും? കണ്ടീഷൻ ഫോർ minimum specific energy. Condition for minimum specific energy എങ്ങനെയാണ്? Specific energy minimum ആണെങ്കിൽ എന്ത് വരണം? dE by dy equal to 0. Condition for minimum specific energy dE by dy equal to 0. ഇനി dE by dy എന്ന് പറഞ്ഞാൽ എന്താണ്? d by dy of 1 plus q square by 2g a square. 1 plus q square by 2g a square. That is 1 minus 2q square by 2g a cube into dA by dy. 1 minus 2q square by 2g a cube into dA by dy, and it is equal to
0. dE by dy equal to 0. അപ്പോൾ ഇങ്ങനെ വരും. Q is a constant. ഇതിൽ Q is a constant, but A is a function of y. Q ഒരു കോൺസ്റ്റന്റ്, A എന്ന് പറയുന്നത് y യുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ സെക്ഷനകത്ത് സ്ട്രിപ്പ് എടുത്തു. dA is equal to TD y. dA is equal to TD y. അപ്പോൾ dA by dy is equal to t. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 1 minus q square by ga cube 2 cancel ചെയ്തു. dA by dy എന്ന് പറയുന്നത് t equal to 0. അപ്പോൾ കണ്ടീഷൻ എങ്ങനെ പറയാം? q square by g is equal to a cube by t. ഇതാണ് കണ്ടീഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി. ഇനി V is equal to Q by A. Hydraulic depth D is equal to A by T. അപ്പോൾ Q square by G is equal to A cube by G എങ്ങനെ മാറ്റി എഴുതാം? Q square by A square into G is equal to A by T. ഇനി Q square by A square എന്ന് പറഞ്ഞാൽ എന്താണ്? V square. അതായത് V square by G is equal to D, or V square is equal to GD, അല്ലെങ്കിൽ V by root GD is equal to 1. V by root GD is equal to 1 എന്ന് വരും. ഈ ടേം ഉണ്ടല്ലോ, V by root GD ആണ് FR. V by root GD എന്താണ്? FR. FR എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് നമ്പർ. V by root GD എന്ന് പറയുന്നത് FR, ഫ്രൂട്ട്സ് നമ്പർ. സോ നമുക്ക് എന്ത് പറയാം? E minimum at FR equal to 1 by C. അതായത് ക്രിട്ടിക്കൽ ഡെപ്തിൽ എനർജി ഈസ് മിനിമം ഫ്രൂട്ട്സ് നമ്പർ 1. ക്രിട്ടിക്കൽ ഫ്ലോ എനർജി മിനിമം ഫ്രൂട്ട്സ് നമ്പർ 1. അപ്പോൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ y ലെസ് ദാൻ yc ആയിരിക്കും, FR ഗ്രേറ്റർ ദാൻ 1 വരും. So at critical flow, fruits number equal to 1. Supercritical flow ആകുമ്പോൾ fruits number greater than 1. Subcritical flow ആകുമ്പോൾ fruits number less than 1. ഇതിൽ തന്നെ നമുക്കറിയാം ഈ D എന്ന് പറയുന്നത് A by T ആണ്. അപ്പോൾ നമ്മൾ A by T ആണ് D. Rectangular channel section ആകുമ്പോൾ ഇതെങ്ങനെ വരും? by by B is equal to D or y is equal to D എന്ന് വരും. അപ്പോൾ റെക്ടാങ്കുലർ ചാനൽ സെക്ഷന് V by root GD ആണ് FR. V by root GD എന്ന് പറഞ്ഞാൽ V by root GY. അപ്പോൾ y greater than yc ആകുമ്പോൾ FR is less than 1. y less than yc ആകുമ്പോൾ FR will be greater than 1. y greater than yc, FR less than 1, subcritical flow. y less than yc, FR greater than 1, supercritical flow.